നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു മെയിൻ ഡിഷായിട്ട് വേണമെങ്കിൽ ഇത് കഴിക്കാം, അതുപോലെ തന്നെ സ്നാക്കായിട്ട് വേണമെങ്കിൽ കഴിക്കാം. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ഈവനിങ് ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കൊഴുക്കട്ട. അപ്പോൾ ഇന്നത്തതും നമ്മുടെ ഒരു കൊഴുക്കട്ടയാണ്. ഈ കൊഴുക്കട്ട എന്ന് തന്നെ പറഞ്ഞു കഴിയുമ്പോൾ പലതരത്തിലുണ്ടാക്കാം. വലുതായിട്ട് ഉരുട്ടിയെടുത്ത് ഉണ്ടാക്കാറില്ലേ, ഈ മധുരമൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, മണിക്കൊഴുക്കട്ട എന്നൊക്കെ പറയും. ചെറുതായിട്ട് ഉരുട്ടിയെടുത്ത് ആവിയിൽ വേവിച്ചാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ കറി ഇല്ലെങ്കിലും നല്ല വറുത്തൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു മണിക്കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വേഗം പോയി ഒന്ന് കണ്ടുവരാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ പൊടിക്കൂല, അതുപോലെ പത്തിരിക്കൊക്കെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിക്കുകയാണെങ്കിൽ നൈസായി പൊടിച്ചു കഴിഞ്ഞ്, അതായത് വറുത്തെടുക്കുന്നതാണ്, പൊടിച്ചു കഴിഞ്ഞിട്ട് വറുത്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പത്തിരിക്ക് കുഴയ്ക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയുള്ളി വേണം. ചെറിയുള്ളി ഞാനൊരു 20 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല, എനിക്കെപ്പോഴും ടേസ്റ്റ് ചെറിയുള്ളിയാണ്. ചെറിയുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ വേണം. അത് ഒരുപാട് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. തേങ്ങയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മെയിനായിട്ടുള്ള അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പം ഞാനിതിവിടെ ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട് ചിരകി വെച്ചത്. പിന്നെ നമുക്ക് കടുക് വേണം. കടുക് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ വറ്റൽമുളക് വേണം, ഒരു 3 മുതൽ 4 വരെ വറ്റൽമുളക്. ഇതുപോലെ കറിവേപ്പില വേണം. പിന്നെ ഞാനിത് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിപ്പോൾ കടുക് താളിക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നോർമൽ ഓയിൽ ഏതായാലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും വേണം. ആദ്യം നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചു. അപ്പോൾ നമ്മൾ അരിപ്പൊടി കുഴച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ എന്താ പറയുക, പത്തിരിക്ക് അതുപോലെ നൂൽപുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ പാകത്തിനാണ്. അപ്പോൾ പത്തിരിയുടെ റെസിപ്പി അതുപോലെ തന്നെ പത്തിരി എങ്ങനെ കുഴച്ചെടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട് രുചികരത്തിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതുപോലെ അല്ലെ മുകളിലോ കൊടുക്കാം. അതൊന്ന് നോക്കിയാൽ മതി. അതിൽ വേറൊരു വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 വിധത്തിൽ ചെയ്യാം. ഒന്ന് നമ്മൾ തിളച്ചു വരുമ്പോൾ വെള്ളത്തിലോട്ട് പൊടി ഇട്ടിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്, തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടാണ്. അപ്പോൾ ഇത് ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആ രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് വെള്ളം അല്ലെങ്കിൽ ശരിയായിട്ട് വന്നില്ല എന്ന് വരും. അപ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള രീതിയാണ്. ഇപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ഈസിയാന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനിന്ന് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് 1 കപ്പിൽ അതേ അളവിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൗ ഒന്നും ഓണല്ല. അപ്പോൾ അത്രയും എടുത്തു വെച്ചതിന് ശേഷം ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി വെള്ളത്തിൽ ഒന്ന് കലങ്ങട്ടെ ഉപ്പ്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പറയാണ്, ഞാനിപ്പോൾ സ്റ്റൗ ഒന്നും ഓൺ ചെയ്തില്ല കേട്ടോ. അപ്പം ആ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പലിയിച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇത് നന്നായിട്ട് ഈ വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കാം. നമ്മൾ ദോശയ്ക്കൊക്കെ കലക്കില്ല, അതുപോലെ കലക്കിയെടുക്കണം. ചെറിയ സ്പൂൺ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എളുപ്പം ഇങ്ങനെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ സ്പൂണാണ് ഏറ്റവും നല്ലത്. ഇല്ല ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടും ചെയ്യാം. ഇപ്പം നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യാൻ പോകുന്നത്. സ്റ്റവ് ഓൺ ചെയ്ത ഉടനെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇങ്ങനെ ചൂടായി വരുന്ന സമയത്താണ് ഫ്ലെയിം കുറച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണുള്ളത്. അപ്പോൾ എന്തായിട്ടുണ്ടെങ്കിലും ഇതൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം ചൂട് വരുമ്പം പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം, ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം.
പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാത്രമാകുമ്പോൾ ഇതിപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമാണ്, അപ്പോൾ അടി കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ഒന്നും ആകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. കണ്ടോ ഇങ്ങനെ വരുന്ന വെള്ളം ഇങ്ങനെ ഇതായിട്ട് കട്ടയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ചൂടായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി ഇതിപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം, അല്ലെ പെട്ടെന്ന് അങ്ങ് വെള്ളം വലിച്ചെടുക്കും. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ ഇതാ നമ്മൾ സാധാരണ പത്തിരിക്കും ഒക്കെ ആക്കുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പം എല്ലാ ഭാഗത്തും മാവിലൊക്കെ വെള്ളമായിട്ടുണ്ട്, നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂട് വിടണം. ചൂട് വിട്ടതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇതൊന്ന് തണുക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുക്കുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് തണുക്കൊന്നും വേണ്ട, നമുക്ക് കൈ കൊണ്ടൊക്കെ ഒന്ന് കുഴയ്ക്കാൻ പാകത്തിലാവുന്നത് വരെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ മാവ് കുഴച്ച് വെച്ചത് ഏതാണ്ട് നമുക്ക് കൈ കൊണ്ട് പിടിക്കാനുള്ള പാകത്തിനായിട്ട്. ഇനി ഇതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ഒരു പത്തിരി പരുവത്തിന്. അപ്പോൾ ഇപ്പോൾ പാകത്തിന് കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചെടുത്തിട്ട് ഉരുട്ടി വെക്കാൻ പോവാണ്. ചെറിയ കുറച്ച് മാത്രം, ഇത്ര വലിപ്പം മതി കേട്ടോ. ഈ ഒരു വലിപ്പത്തിലെടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടി വേറൊരു പ്ലേറ്റിലോട്ട് വെക്കാൻ പോവാണ്. ഇതുപോലെ ഈ മാവ് മൊത്തം ചെയ്തെടുക്കണം. എല്ലാം റൗണ്ടായിട്ടില്ലേ, ഇതുപോലെ ബാക്കി കൂടി ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മളിതെല്ലാം ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ആവി കയറ്റി എടുക്കാൻ പോവാണ്. ആവി കയറ്റി എടുക്കാൻ വേണ്ടി ഞാൻ കുക്കറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചു. ഇപ്പോൾ ആവി കയറ്റി എടുക്കുന്ന ഒരു പാത്രമാണ്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ അരിയുടെ ഉണ്ട വിട്ടു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റി എടുക്കാം. അങ്ങനെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റാണ് കേട്ടോ ആവി കയറ്റി എടുത്ത്. ഇനി നമുക്ക് ഇത് പുറത്തോട്ട് എടുത്ത് മാറ്റാം. ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഓയിൽ ചൂടായി വരുന്നുണ്ട്, ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഞാൻ പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് കുറച്ച് വേണമല്ലോ, അപ്പം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണത്തിലൊക്കെ മാറ്റം വരുത്താം. ഇതൊന്ന് ആയി വരുന്ന സമയത്ത് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ കറിവേപ്പില. ഇതൊന്ന് വാട്ടി കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എരിവിന് വേണ്ടി നമ്മൾ ആ വറ്റൽമുളക് മാത്രമേ ഉള്ളൂ. അപ്പം കൂടുതൽ എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ വേറൊരു ഒന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, വറ്റൽമുളക് പൊടിച്ച് വെച്ചിട്ട് നമ്മൾ ചേർക്കുമല്ലോ, ഈ തോരനൊക്കെ ചേർക്കുന്ന പോലെ ഒന്ന് ചതച്ച് അതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറി കൂട്ടിയിട്ടോ മറ്റോ കഴിക്കാനാണെങ്കിൽ അധികം എരിവില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അപ്പം അത് ഒക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ചെടുത്ത ചെറിയ കൊഴുക്കട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ആവി കയറ്റി എടുത്തതിനെ കൊണ്ട് പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതൊന്ന് എന്താ പറയുക ചൂടായിട്ട് ഈ ഓയിലിൽ കിടന്നിട്ടൊന്ന് എന്താ പറയുക ഫ്രൈ അല്ല, എന്നാലും ഒന്ന് ചൂടായി വരൂല്ലേ, ആ ഒരു പരുവത്തിലാവണം. തേങ്ങ ചിരകിയതുകൂടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തിട്ട് ഒരുപാട് നേരമൊന്നും അങ്ങനെ ആക്കി കൊടുക്കണ്ട, കാരണം ഓയിൽ കിടന്നിട്ട് തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് മാറും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ വറുത്തെടുക്കുന്നത് അതുപോലെ ആവുമല്ലോ, അപ്പോൾ അതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നല്ല മണമാണ് വരുന്നത്. അപ്പോൾ ആ തേങ്ങയും ചേർത്തു, അതുപോലെ തന്നെ ചെറിയുള്ളിയുടെ ഒരു മണം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു മണമില്ല, അതും അതുപോലെ തന്നെ ശരിക്കും ആ ഒരു വറവിന് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു മണമാണ് ശരിക്കും വരിക. അപ്പോൾ ഈ തേങ്ങയും കൂടി ചേർത്ത് നല്ലൊരു മണമാണ് വരുന്നത്. ഇതേതാണ്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി, ഇത്ര ആയാൽ മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ
കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തിലേക്കാണ് സെർവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലോട്ട് മാറ്റേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു തേങ്ങയുടെയും അതുപോലെ ചെറിയുള്ളിയുടെയും ഒക്കെ മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ എന്താ ഇപ്പം തന്നെ എടുത്ത് കഴിക്കാനാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഒരു ചിക്കൻ കറിയും കൂടി ഉണ്ടെങ്കിൽ പറയണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സ്വാദിഷ്ടമായ മണിക്കൊഴുക്കട്ട നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എൻ്റെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണം. അതുപോലെ ഇതുവരെ രുചികരം സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.